ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മൈസൂർ എത്തി, അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു A-Bന്ന്. അവിടെ നിന്ന് നമ്മളിപ്പം നേരെ ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് പോകുന്നത് സൂയിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 5 കിലോമീറ്ററേ ഉള്ളൂ മൈസൂർ സൂയിലേക്ക്. ഇത്രയും നാളിവിടെ വന്നിട്ടും ഒരു 4 പ്രാവശ്യമെങ്കിലും വന്നിട്ട് ഞങ്ങൾ സൂ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ എല്ലാം കറങ്ങി നടന്നിട്ടും ഇപ്പം വിചാരിച്ചു ഇത്തവണ മൈസൂർ സൂ, ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ, അത് കാണാൻ വേണ്ടിയിട്ട് പോകാം. ഈ ഒരു ഗേറ്റിൻ്റെ അവിടെയാണ് ഓട്ടോ കൊണ്ട് നിർത്തിയത്. പക്ഷേ ഇതുവഴിയല്ല നമ്മൾ കയറുന്നത്. അവിടെ ഒരു സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പം ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു അണ്ടർ പാസ് ഉണ്ട്, അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ കയറുന്നത്. അപ്പം നമ്മൾ അവിടേക്ക് നടന്നുപോയി. നടക്കുന്ന വഴി ഞാനൊരു കുതിരവണ്ടി കണ്ടു. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് റോഡിൽ കൂടി ഇങ്ങനെ കുതിരവണ്ടി പോകുന്നത് ഈ മൈസൂര്. അപ്പോൾ നമ്മൾ ആ അണ്ടർ പാസിലേക്ക് കയറുന്നതിന് മുമ്പേ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യുമ്പം വെള്ളം, ഫുഡ് ഐറ്റംസ് ഇതൊക്കെ കൊണ്ടുപോകാൻ അവർക്ക് പറ്റത്തില്ല. ഫുഡ് ഐറ്റംസിൻ്റെ കാര്യം എനിക്ക് അധികം അറിയത്തില്ല. വെള്ളം നമ്മുടെ കയ്യിലുള്ള ബോട്ടിലൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് തരും. അപ്പോൾ എന്നിട്ട് ആ സ്റ്റിക്കർ ഒട്ടിക്കുന്ന സെക്യൂരിറ്റിക്ക് 10 രൂപ വെച്ച് കൊടുക്കുകയും ചെയ്യണം ഓരോ ബോട്ടിൽ വെച്ച്. എന്നിട്ടേ നമ്മൾ കയറ്റി വിടത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ആ അണ്ടർ പാസിൽ കൂടെ കയറി വരുമ്പോഴത്തേനും ടിക്കറ്റ് കൗണ്ടറായി ഒരാൾക്ക് 100 രൂപയേ ഉള്ളൂ. വീഡിയോ ക്യാമറകൾ അല്ലാതെ നമ്മുടെ മൊബൈൽ ഫോൺ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അല്ലാതുള്ള നമ്മുടെ ക്യാമറകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് ചെയ്യും. പിന്നെ ട്രൈപോഡുകളൊന്നും കൊണ്ട് കയറ്റാൻ പറ്റത്തില്ല. ട്രൈപോഡ് കൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കൈ വെച്ച് ഷൂട്ട് ചെയ്തോണം. പിന്നെ അവിടെ മാപ്പ് ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. ഇത് ഏകദേശം ഒരു 150 ഏക്കർ കിടക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഏകദേശം ഒരു 3 കിലോമീറ്റർക്കുള്ളങ്ങാണ്ട് നടക്കാനുമുണ്ട്. അപ്പം ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഫുൾ ബേർഡ്സിൻ്റെയാണ്. ഈ പാരറ്റ്, പല വെറൈറ്റികളിലുള്ള പാരറ്റ്, അങ്ങനെയൊക്കെയാണ്. ഈ ഒരു ഭാഗത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ക്യാമറയിൽ, നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അധികം വ്യക്തമായിട്ടും ക്ലാരിറ്റിയോടെയും കാണാൻ പറ്റുന്നില്ല. കാരണം ഇതിങ്ങനെ കുറച്ച് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതും. പിന്നെ ഇങ്ങനെ ഭയങ്കര ചെറിയ ഇങ്ങനെ കിഴുത്തകളുള്ള നെറ്റല്ല ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ നല്ലതായിട്ട് സൂം ചെയ്ത് കാണിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ നല്ല ഭംഗിയുള്ള ബേർഡ്സ് ആയിരുന്നു. മയിൽ തന്നെ, വെള്ളമയിൽ, അല്ല ആൺമയിൽ, പെൺമയിൽ എല്ലാം ഉണ്ടായിരുന്നു. ബേർഡ്സ് കുറേ വെറൈറ്റീസ് ബേർഡ്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരുന്നു അതുങ്ങളെയൊക്കെ നേരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ അധികം ബേർഡ്സിൻ്റെ അങ്ങോട്ട് ഒത്തിരി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പലതും എടുത്തതും വലിയൊരു ക്ലാരിറ്റി എനിക്ക് തോന്നിയില്ല. ഞാൻ ഉള്ളതിൽ നല്ലത് മാത്രമേ ബേർഡ്സിൻ്റെ ഇട്ടിട്ടുള്ളൂ. കുഴപ്പമില്ലെന്നോ? പക്ഷെ കൊള്ളായിരുന്നു. പക്ഷെ എന്തൊരു ക്യാമറയിൽ കൂടെ ഭയങ്കര പാടാ. പക്ഷെ ഒറിജിനൽ ഇതിനെ കാണാനൊക്കെ എന്തൊരു ഭംഗിയാ. ബേർഡ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കാർണിവോറസ് ആനിമൽസിൻ്റെ ഒരു സെക്ഷനിലേക്കാണ്. അപ്പം ഇതിനിടയ്ക്ക് ടോയ്ലറ്റ്, ഡ്രിങ്കിങ് വാട്ടർ ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ആദ്യം തന്നെ പുലികളെയാണ് കണ്ടത്. പുലികളെല്ലാം നല്ല ഉറക്കമായിരുന്നു. ഒരു 3-4 പുലികളുണ്ടായിരുന്നു, പക്ഷേ എല്ലാ എണ്ണം ഉറക്കമായിരുന്നു. അങ്ങ് ദൂരെ മാറി തണൽ പറ്റി കിടക്കുമായിരുന്നു. അതുകൊണ്ട് അതുങ്ങളൊന്നും ആക്റ്റീവായിട്ട് കണ്ടില്ല. അത് എനിക്കൊന്ന് ഉച്ച സമയമായോണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കടുവയുടെ സെക്ഷനിലേക്ക് പോയപ്പോൾ ആദ്യം കണ്ടത് വെള്ളക്കടുവയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വെള്ളക്കടുവയെ കാണുന്നത് തന്നെ, എന്നുവെച്ചാൽ പടത്തിൽ പോലും കണ്ടിട്ടില്ല. അത് ഫോണിൽ അത്ര ക്ലാരിറ്റി ആയിട്ട് കാണുന്നില്ല, പക്ഷേ അതൊരു എനിക്കതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. ആ വെള്ളക്കടുവ, അതിൻ്റെ പേര് മാന്യ എന്നാണ്. നമ്മളിപ്പം കാണാൻ പോകുന്ന ഈ കടുവയുടെ അമ്മ കടുവയാണ് അത്. ആ കടുവയുടെ കുഞ്ഞാണ്, അത് വലുതായി. മറ്റേ വെള്ളക്കടുവയ്ക്ക് കുറച്ച് പ്രായമൊക്കെ ഉള്ളതാണ്. ഈ കടുവ നല്ല ആക്റ്റീവായിരുന്നു. കടുവകളെ കാണാൻ പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സിംഹത്തെക്കാട്ടിലൊക്കെ. അപ്പോൾ ഇത് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കടുവയായിരുന്നു. അത് വന്ന് ഞങ്ങളുടെ കുറച്ചുകൂടെ അടുത്തൊക്കെ വന്ന് കുറേ നേരം നടക്കുകയൊക്കെ ചെയ്തു. കടുവയെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? സിംഹത്തെ കാണാം. ഇനി ഞങ്ങൾ കണ്ടത് സിംഹത്തെയാണ്. സിംഹം ആക്ച്വലി ഒരു വിരഹദുഃഖത്തിലിരിക്കുന്ന പോലെയായിരുന്നു. സിംഹം അപ്പുറത്ത് പെൺസിംഹം, ഇവിടെ ആൺസിംഹം. ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അതവർ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല, കുറേ നേരം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതിലേറ്റവും കൂടുതൽ ആ പെൺസിംഹത്തിനായിരുന്നു ഭയങ്കര വിഷമം. അതിങ്ങനെ ഈ ആൺസിംഹത്തെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. മറ്റേ ആൺസിംഹം ഒന്നും ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമെങ്കിലും എൻ്റെ ദൃഷ്ടി മാറ്റുന്നുണ്ട്. അങ്ങനെയായിരുന്നു. ഇത് കണ്ടപ്പോൾ ശരിക്കും ചിരി വന്നു. അതുങ്ങൾ രണ്ടും അവരെ ഒരുമിച്ച് ഇടാത്തതിലുള്ള ഒരു ദുഃഖം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറയുവാണോ എന്ന് അറിയത്തില്ല. അങ്ങനെയായിരുന്നു അവരുടെ ഇരിപ്പ്. അതൊരു കോമഡിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പെൺസിംഹങ്ങൾ കുറേ പെൺസിംഹങ്ങളുണ്ടായിരുന്നു. ഞാൻ ആൺസിംഹത്തെ ഒരെണ്ണത്തെ കണ്ടുള്ളൂ. പെൺസിംഹങ്ങൾ അവിടെ ഒരു കൂട്ടമായിട്ട് കുറേ എണ്ണം ഉണ്ടായിരുന്നു. ആ കടുവയുടെ സിംഹത്തിന്റെ ഒരു ദുഃഖം. അതെ, ഇതാണല്ലോ സിംഹവാലൻ കുരങ്ങ്. ആണോ? പിന്നെ അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറഞ്ഞാൽ കുരങ്ങുകളുടെ ഒരു സെക്ഷനാണ്. ചിമ്പാൻസി, ഗൊറില്ല, സിംഹവാലൻ കുരങ്ങ്, അങ്ങനെ കുറേ ടൈപ്പ് കുരങ്ങന്മാരുടെ ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത്. പക്ഷേ എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ സിംഹവാലൻ കുരങ്ങൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള ചിമ്പാൻസിയും ഗൊറില്ലയൊക്കെ നല്ല ഉച്ചയുറക്കത്തിലായിരുന്നു. അതാണ് പറ്റിപ്പോയത്. എല്ലാ ചിമ്പാൻസീസും ഉറങ്ങുക അല്ലേ? ഫൗണ്ടേഷൻ ഇത് ഇവർക്ക് കളിക്കാനായിട്ടിരിക്കുന്ന സംഭവമാണ് തോന്നുന്നു. ഒരു ഹാഫ് ഡേ നല്ലപോലെ ഉണ്ട്. ഹോഴ്സും ഉണ്ട്. ചിമ്പാൻസി എല്ലാം മനുഷ്യരെ പോലെ തന്നെ ഉച്ചയ്ക്ക് പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്.
പക്ഷെ കടുവയുടെ ദർശനം കിട്ടി. ദർശനം കടുവയായിരുന്നു ഒരു ഭയങ്കരം അതാണ് അടുത്ത് വന്ന് നമ്മളെ കണ്ടിട്ട് പോയത്. വേറെ എല്ലാ മൃഗവും അവിടെ ജാട അടിച്ചിരുന്നു. കടുവ വന്ന് അടുത്ത് വന്ന് കണ്ടോന്നും പറഞ്ഞിട്ട് കണ്ടിട്ട് പോയി. എന്നാലും സിംഹത്തിൻ്റെയും പെൺസിംഹത്തിൻ്റെയും ദുഃഖം അപ്പുറവും കൂടെ. എനിക്കത് അവർക്ക് ചിലപ്പം വരാവായിരിക്കും തോന്നുന്നു. പുള്ളിക്കോട കണക്ഷൻ എനിക്ക് തോന്നുന്നു. അവിടെ ബിൽഡിംഗ് കോമൺ ആയിട്ട് കിടക്കുന്നത് അല്ലേ? പുള്ളിക്കോട അങ്ങനെയൊക്കെ രാത്രി വിടുന്നതാണ്. അത് കഴിഞ്ഞ് രാവിലെ ആകുമ്പോൾ അതിൽ കാണാൻ ആഗ്രഹം തോന്നുന്നുണ്ടോ? വെയിലേക്കായിരുന്നു. കുറേ ഉണ്ട് നടന്ന് മനുഷ്യൻ്റെ ഉപ്പാട് വന്നു. ഇനിയുണ്ട് 2.5 കിലോമീറ്റർ. അപ്പോൾ അടുത്ത് ഞങ്ങൾ കണ്ടത് വൈറ്റ് റൈനോസസിനെയാണ്. അത് ഒരു 2-3 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ അതും ഇങ്ങനെ ദൂരെ മാറി ഇങ്ങനെ ഒരു തണൽ പറ്റി നിൽക്കുകയായിരുന്നു. ഇവർ ഓരോ ടൈപ്പ് മൃഗങ്ങൾക്കും കുറേ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അവരെങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് ജീവിക്കുന്നത്, കാട്ടിലെങ്ങനെയാണ് ജീവിക്കുന്ന ആ ഒരു രീതി അനുസരിച്ചാണ് അവരുടെ സ്ഥലങ്ങളും ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ചില മൃഗങ്ങളെയൊക്കെ നെറ്റിട്ട് ഇത്രയും സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിലും നെറ്റിട്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട് ഈ ചീറ്റയൊക്കെ. പക്ഷെ ചിലതിനെ അങ്ങനെ കവർ ചെയ്തിട്ടില്ല. കടുവയ്ക്കും സിംഹത്തിനുമൊക്കെ ചില്ലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അവരുടെ ഓരോ കാര്യങ്ങളും അവരെന്തുമാത്രം ഓടും ചാടും അതെല്ലാം ഇത് ചെയ്തിട്ടാണ് ഇവർ ഇത് കൊടുത്തിരിക്കുന്നത്, ഓരോന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ജർമ്മൻ ഹോർട്ടിക്കൾച്ചറിസ്റ്റാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സീബ്ര ഉണ്ടായിരുന്നു, സീബ്ര കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതുങ്ങളും ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി ദൂരെ മാറിയായിരുന്നു നിന്നിരുന്നത്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു സിംഹത്തിൻ്റെ കൂടെ. നടന്ന് ക്ഷീണിച്ച് ഇരുന്നിരുന്ന് പോകാമെന്ന് വിചാരിച്ചു. ഒത്തിരി നടക്കാനുണ്ട്. പക്ഷെ നല്ലതാ, എനിക്കിഷ്ടപ്പെട്ടു. അടുത്ത വർഷത്തെ പിന്നെ ഓടുന്നു. മൈസൂർ വരണമെന്ന് എന്തോ നേർച്ച ഉള്ളതല്ല. കല്യാണം കഴിഞ്ഞ് 5 കൊല്ലം, ഇതിപ്പോൾ 6ാമത്തെ കൊല്ലമാണ്. പക്ഷെ ഇത്രയും നാൾ വന്നിട്ട് നമ്മൾ എന്താ സൂയി വരാനൊക്കെ ഞാൻ വിചാരിച്ചു കൂട്ടിട്ടിരിക്കുന്നതായിരിക്കുന്നു. പിന്നെയല്ലേ മനസ്സിലായി. എങ്ങനെയുണ്ട് നല്ലതാ? പോരെ പറയാൻ പറ്റില്ല, നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ലോത്ത് ബിയർ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ബിയറിനെയാണ് കണ്ടത്. അത് അത്യാവശ്യം നല്ല ക്യൂട്ടായിരുന്നു. ഈ ബിയർ കരടിക്കുട്ടന്മാരെ കാണാൻ ആക്ച്വലി നല്ലതല്ലേ, നല്ല ഭംഗി. ഇത് ഇവിടുത്തെ പ്രത്യേകിച്ച് ഇനിയും നമ്മൾ ഒറിജിനൽ ബിയറിനെ കാണുന്നുണ്ട്. അത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. 3-4 എണ്ണം ഉണ്ട്, പക്ഷെ ഒരെണ്ണം മാത്രമേ ആക്റ്റീവായിട്ടിരുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം, ഈ മൃഗങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് കാണാനാണ് കുറച്ചുകൂടെ നല്ലത്. അത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു മോർണിംഗ് ടൈമും പിന്നെ ഒരു ഈവനിങ്ങിലോട് അടുക്കുന്ന സമയവും ആയിരിക്കണം. ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ഈ ചിമ്പാൻസിമാരൊക്കെ കിടന്നുറങ്ങുമായിരുന്നു, പല മൃഗങ്ങളും ഉറങ്ങുമായിരുന്നു. പിന്നെ ഇത് കുറുക്കന്മാരാണ്. അപ്പോൾ കുറുക്കന്മാരുടെ ആ ഒരു ഇത് കണ്ടോ, അവർ ഈ കല്ലിൻ്റെ പുറത്തുമൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അവർ കാട്ടിലെങ്ങനെയാണോ ജീവിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ ഓരോ മൃഗങ്ങളുടെ കാര്യങ്ങളും ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കുന്നിൻ്റെ മുകളിൽ കല്ലിൻ്റെ പുറത്തൊക്കെയല്ലേ ഈ കുറുക്കന്മാരെ നമ്മൾ കണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഇത് കണ്ടാലും ഒരു പോയിൻ്റിൽ നമുക്ക് തോന്നും, ഇത് തീരുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇത് ശരിക്കും എത്തും. ഒത്തിരി കാണാനുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ സൂ കഴിഞ്ഞിട്ട് വേറെ 2 സ്ഥലവും കൂടി ഇതുവരെ കാണാത്തത് ഈ മൈസൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. ഈ സൂ തന്നെ കണ്ട് തീർത്ത് വന്നപ്പോഴത്തേനും 5 മണി കഴിഞ്ഞു. സൂ അടയ്ക്കാനുള്ള സമയമായി. ഒരു 5:30, രാവിലെ 8:30 തൊട്ട് വൈകുന്നേരം 5:30 വരെ ഉള്ളൂ സൂ. 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂ അടയ്ക്കും. അപ്പം ആ സമയത്തിനുള്ളിൽ കണ്ടു തീർക്കണം. അപ്പം ഏറ്റവും നല്ലതൊന്നുമില്ലെങ്കിൽ രാവിലെ തന്നെ വരുന്നതായിരിക്കും. കാരണം കുറച്ചുകൂടെ മൃഗങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം അതായിരിക്കും. അപ്പം അവിടെ കുറേ കുറുക്കനെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ഫൗണ്ടനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ അത് കഴിഞ്ഞിട്ട് വെറൈറ്റീസ് ഓഫ് മാനുകളാണ്, ഡിയർ ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യം കണ്ട ടൈപ്പ് മാനുകൾ ഇങ്ങനെ തണലത്ത് അവരൊരു കൂട്ടമായിട്ട് ഈ സമരം ചെയ്യുന്ന പോലെ അതിനകത്ത് ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഒരൊറ്റ എണ്ണ അനങ്ങിയിട്ടില്ല. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോഴത്തേനും അതിനകത്താണെങ്കിൽ ഇരുട്ടും, ഒന്നും കാണാനും എടുക്കാനും പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു അടുത്ത വെറൈറ്റി ഒരു ടൈപ്പ്, അവിടെ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ പലതും ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല, കുറേ ഇല്ലേ ഇങ്ങനെ ഇച്ചിരി ബ്ലാക്ക് ഒരു കറുപ്പ് ഷെയ്ഡ് വരുന്ന ഇങ്ങനെ കൊമ്പിങ്ങനെ വളഞ്ഞിരിക്കുന്ന ടൈപ്പ് മാനുകൾ. പിന്നെ അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് എന്താ പറയുന്നത് മാനുകളുണ്ടായിരുന്നു. കുറേ ടൈപ്പ് എന്തെങ്കിലും ചെളിയിൽ താമസിക്കുന്ന സ്വാം ഡിയേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ. അപ്പോൾ അവർക്കിങ്ങനെ വെള്ളം വെച്ച് അവരിങ്ങനെ ചെളി പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ജീവിക്കുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ ആനകളാണ്. ഇന്ത്യൻ ആനകളും ഉണ്ട്, ഒരു ആഫ്രിക്കൻ ആനയും കണ്ടു. പക്ഷേ എനിക്ക് ആ ആഫ്രിക്കൻ ആനയെ ഞാൻ എനിക്ക് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഈ ഇന്ത്യൻ ഇങ്ങനെ ആനകളെ കണ്ടു കഴിഞ്ഞ് വേറൊരു ഭാഗത്തൂടെ പോയി എന്താ പറയുന്നത്, എനിക്ക് തിരിച്ച് ആ ആഫ്രിക്കൻ ആനയെ കാണാനുള്ള വഴി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ മുമ്പേ കണ്ട ഇത് നമ്മുടെ കാട്ടുപോത്തുകൾ എല്ലാം ഭയങ്കര ക്ലീനാണ് കേട്ടോ ഈ സൂ മൊത്തത്തിൽ. ശ്രീഹരി നടക്കാം. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ ബന്ദിപ്പൂർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഊട്ടി പോയപ്പം പാലസോ അത് ശരിയാ. നമ്മൾ വരാത്തത് കൊണ്ടാക്കാം. ഇത്രയും നല്ല നമ്മൾ സൂ എന്ന് പറയുമ്പോൾ എന്താ വീട്ടിലിട്ട് അതല്ല, നമ്മള് ഈ 4-5 കൊല്ലം അടുപ്പിച്ച് മൈസൂർ വന്നിട്ടും അതും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇത്രയും അടുത്ത് കിടക്കുന്ന ഈ സൂവിൽ മാത്രം വന്നിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ. ആഫ്രിക്കൻ ആന. ഞാൻ ഈ പറയുന്ന ഭാഗത്ത് വെച്ച് ഞാൻ ആ ആഫ്രിക്കൻ ആനയുടെ തല ഭയങ്കര വലുതായിട്ടൊക്കെ കണ്ട. പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്ന വഴി കൂടെ പോയിട്ട് തിരിച്ച് നമ്മൾ ആ ആഫ്രിക്കൻ ആന നിൽക്കുന്നിടത്ത് വരണം. പക്ഷേ ഞങ്ങൾക്കത് മാത്രം ഒന്ന് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം പിന്നെ തിരിച്ച് നടന്നു പോക്കും, പിന്നെ വീണ്ടും കുറേ നടക്കണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടേ ഉള്ളൂ ആഫ്രിക്കൻ ആന. ഇപ്പം ഞങ്ങൾ നടന്ന അവസാനം കാണുന്നത് ഇതും ഒരു ചിമ്പാൻസി ആണെന്ന് തോന്നുന്നു. ചിമ്പാൻസിയുടെ ടൈപ്പ് തന്നെയാണ്. അപ്പം ഒരു 2 എണ്ണം ഉണ്ടായിരുന്നു. അവർ കുറച്ച് ആക്റ്റീവായിരുന്നു, നല്ല രസമായിരുന്നു. കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കാൻ കാണാനുള്ള ഉണ്ടായിരുന്നു. അതുങ്ങളുടെ ഓരോരോ നടത്തം, ഇങ്ങനെ കയറിയിരിക്കുക, മരത്തിൽ കയറിയിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ.
വിചാരിച്ചതിലും ഒത്തിരി കൂടുതലാണ് അല്ലേ. എന്നാലും എനിക്ക് കുരങ്ങനെ ഇഷ്ടപ്പെട്ടു. മറ്റവർ കിടന്നുറങ്ങുമായിരുന്നു. നമ്മൾ ആദ്യം കണ്ട ചിമ്പാൻസി ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3 ടൈപ്പ് കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. ഇതുങ്ങളെയൊക്കെ കുറച്ച് നമ്മളെന്താ കിളികളെ ഇട്ടിരിക്കുന്ന പോലായിരുന്നു ഇട്ടിരുന്നത്, ഇങ്ങനെ കേജിനകത്ത്. കേജല്ല, ഇത് ആക്ച്വലി ഇങ്ങനെ നെറ്റ് കെട്ടി ഇട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് മരങ്ങളും കയറി കളിക്കാനും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ ഉപദ്രവകാരികളായതുകൊണ്ട്, ഉപദ്രവമല്ല, പുറത്തിങ്ങനെ ചാടി ചാടി ഇങ്ങനെ നടക്കുന്നത് കൊണ്ടായിരിക്കും അവരെ അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇത് മിയർ ക്യാറ്റ്, അങ്ങനെയാണെന്ന് തോന്നി ഇതിൻ്റെ പേര്, മിയർ ക്യാറ്റ്. ഇത് പക്ഷെ നല്ല രസമൊക്കെ കാണാൻ. ഇച്ചിരിയേ ഉള്ളൂ, ഇങ്ങനെ 2 കാലിലേക്ക് ഇതിങ്ങനെ നിൽക്കും, കണ്ടോ? നല്ല രസമായിരുന്നു നിങ്ങളെ കാണാൻ. എല്ലാവരും കൂടെ ഒരു എന്താ രസം തോന്നുമായിരുന്നു. പിന്നെ നമ്മുടെ കരടിക്കുട്ടന്മാർ, അതിൽ ആദ്യത്തെ 2 എണ്ണം കിടന്നുറങ്ങുമായിരുന്നു. അതിൽ ഈ ഉറങ്ങാത്തത് ഈ ഒരു പുള്ളിക്കാരനായിരുന്നു. ഇദ്ദേഹം വന്ന് ആദ്യം ഇങ്ങനെ വന്ന് കൈയൊക്കെ പൊക്കി കാണിച്ചു. പക്ഷെ കൈ പൊക്കി കാണിച്ച് കഴിഞ്ഞാണ് മനസ്സിലായത്. വന്ന് നിന്ന് ഒന്ന് കാണിച്ചു, നടക്കുന്ന കാണാൻ നല്ല രസമല്ലേ, രോമങ്ങളെല്ലാം കൂടി ഇങ്ങനെ അങ്ങ് കിടന്ന് ആടും. നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കരടിയെ. അങ്ങനെ എന്നാൽ ഒരു തക്കിടി മുണ്ടാൻ കരടിയായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ആഫ്രിക്കൻ ആന ഞാൻ ഇങ്ങനെയാണ് കണ്ടത്. പക്ഷേ അതിനെ ഞങ്ങൾ വേറൊരു വഴി തിരിയുന്ന ഭാഗത്ത് വെച്ച് ഇതിൻ്റെ തല ഞാൻ ഭയങ്കര വൃത്തിയായിട്ട് കണ്ടാണ്. പക്ഷെ പിന്നെ വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ ഭാഗത്തെത്തി, കറങ്ങി തിരിഞ്ഞ് ഈ ഭാഗത്തെത്തിയപ്പോഴത്തേനും ഇതിന് വീണ്ടും അങ്ങോട്ട് നടക്കണം. അത്ര നടക്കാനുള്ള ഒരു ശേഷി അപ്പോൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തെപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഫോണും ഒക്കെ മടക്കി വെച്ച് കുറച്ച് നേരം വിശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങുമ്പോഴത്തേനും ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമാണ്. നമുക്ക് ഭക്ഷണം ഇഷ്ടംപോലെ കിട്ടും, കയറി വാങ്ങിച്ച് കഴിച്ചാൽ മതി. അപ്പം ഓരോ ഇത്ര ദൂരം എക്സിറ്റിലേക്ക് ഇത്ര ദൂരമുണ്ട്, ഇത്ര നേരം ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇത്ര ദൂരം കഴിഞ്ഞാൽ ടോയ്ലറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ നടക്കുന്ന വഴിക്കൊക്കെ. അതുകൊണ്ട് നമുക്കതൊക്കെ ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നടക്കുന്ന വഴി അവർ ആ ഒരു ക്ഷീണം മാറാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലൊന്നും കയറിയില്ല. അവിടുന്ന് ഇത് നമ്മുടെ ഇന്ത്യൻ റൈനോസറാണ്. ഈ എല്ലാ മൃഗങ്ങൾക്കും പേരുണ്ട് കേട്ടോ. ഇതിൽ ഒരു മൃഗത്തിൻ്റെ പേര് വിരാട് എന്നാന്ന് തോന്നുന്നു കേട്ടോ. വിരാടും മറ്റെനിക്ക് വായിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെ അങ്ങ് മറന്നുപോയി. മറ്റേ വെള്ളക്കടുവയുടെ പേര് മാന്യ, കറുത്ത കടുവയ്ക്കും പേരുകളുണ്ട്. എല്ലാ മൃഗങ്ങൾക്കും ഓരോ മൃഗങ്ങൾക്കും അവർ പേരിട്ടിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തും വേറൊരു ടൈപ്പ് മാനുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പാമ്പുകളുടെ ഒരു സെക്ഷനാണ്. പിന്നെ അങ്ങോട്ട് എല്ലാം ഉണ്ട്. അണലി, ചേര തൊട്ടിങ്ങോട്ട് ആനക്കൊണ്ട, വലിയ കിങ് കോബ്ര, പൈത്തൺ, വലിയ പൈത്തൺ, അങ്ങനെ കുറേ ടൈപ്പ് നമ്മുടെ പാമ്പുകളുണ്ട്. ഇതൊരു പൈത്തണാണ്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കോബ്രയുടെ തന്നെ പലതരത്തിലുള്ള കോബ്രകൾ, അങ്ങനെ എല്ലാം ഒന്നും ഞാൻ എടുത്തില്ല. കാരണം എല്ലാം ഞാൻ എടുത്തു. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ നോക്കും, പലതിനും ഇങ്ങനെ ഇവർ ഈ കണ്ണാടി കൂടിനകത്തും, പിന്നെ ഇവരിങ്ങനെ കുറച്ച് സൂം ചെയ്ത് ഇച്ചിരി ദൂരെ നമ്മൾ ഈ നേരിട്ട് കാണാൻ വലിയ കുഴപ്പമില്ല. പക്ഷേ ക്യാമറയിൽ കൂടെ കാണുമ്പം ഇതെല്ലാം കുറച്ച് ഡിസ്റ്റൻസിലാണ്. ഇത് കിങ് കോബ്രയാണ്. പക്ഷേ ഇത് അവിടെ തന്നെ കിടക്കുകയായിരുന്നു. ആ ഒരു ചുരുണ്ടതേ കിടക്കുന്നുണ്ട്. അത് എണീറ്റ് നിന്ന് കണ്ടില്ല. പിന്നെ കണ്ടോ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പാമ്പുകൾ. ഇതുങ്ങളെല്ലാം ഇങ്ങനെ അവർ ജീവിക്കുന്ന രീതിയിൽ തന്നെ സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ കണ്ണാടി കൂടിനകത്താക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് സ്പേസ് കൂടുതലാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ടൈപ്പ് അനക്കോണ്ടയാണ്. ഈ ഒരു പാമ്പ് പല ടൈപ്പ് അനക്കോണ്ടകളെ കണ്ടു. അനക്കോണ്ട പാമ്പിന് വലിയ ഈ പറഞ്ഞ പോലെ പെരുമ്പാമ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു.
എന്താ ശ്രീഹരി തീരുന്നില്ല. എത്ര മണിക്ക് കയറിയതാ നമ്മളിവിടെ? എത്ര മണിക്ക് കയറിയതാ? 12:45. 1 മണിയോ? പോടുന്നു 12:45. 12:45 1 മണിയൊക്കെ ആയപ്പോഴത്തേനും ശരി ഞാനിത് പറയട്ടെ. 12:45 1 മണിയൊക്കെ ആയപ്പോഴത്തേനും കയറിയതാ. ഇപ്പൊ സമയം 3:30 കഴിഞ്ഞു. ഇനിയുണ്ട് 1 കിലോമീറ്റർ കാണാൻ വേണ്ടിയിട്ട്. എന്തേ പുലി അതിനെ എല്ലാരും വണ്ടിയെ പോകുന്നത്. നേരത്തെ വന്നിട്ടുള്ളവരായിരിക്കും ഈ വണ്ടിയെ പോകുന്നത്. പുലി എന്തിയെ അത് കാണാം. അപ്പോൾ പാമ്പുകളുടെയൊക്കെ സെക്ഷൻ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ജാഗ്വറിൻ്റെ ഭാഗത്തേക്കാണ് വന്നത്. പുള്ളിക്കാരൻ ഇങ്ങനെ അതിനകത്ത് കറങ്ങി നടക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ അടുത്തൊക്കെ വന്ന് ഒരു ശബ്ദമൊക്കെ വെച്ച് ചെറുതായിട്ടൊരു ശബ്ദമൊക്കെ വെപ്പിച്ച് ഇങ്ങനെ കറങ്ങി നടന്നത്. മറ്റേ കടുവ വന്ന് ദേ കണ്ടോളൂ എന്ന് പറഞ്ഞ് നിന്ന പോലെ ഇങ്ങേര് വന്ന് ഞങ്ങളുടെ അടുക്ക വന്ന് കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞ് അത്ര അടുത്ത് വന്ന് എല്ലാം കാണിച്ചു തന്നിട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് വൈറ്റ് പാന്തർ എന്ന് പറഞ്ഞ ഒരു എണ്ണവും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ കാണാൻ പറ്റിയില്ല. അത് ദൂരെ മാറി കണ്ട് കിടക്കുമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ എല്ലാം കണ്ട് വന്ന് ഞങ്ങളെ ഫുൾ കാണിച്ചിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ മുതലകളുണ്ടായിരുന്നു. എല്ലാം പല ടൈപ്പ് മുതലകളാണ്. അത് കുറച്ചുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാത്തിനും ഒന്നും എടുത്തില്ല. എല്ലാം കാണാൻ ഒരുപോലൊക്കെ തന്നെ ഇരുന്നു. എല്ലാം ഇങ്ങനെ കിടക്കുമായിരുന്നു ചത്ത പോലെ. പക്ഷെ ജീവനുണ്ട്. പിന്നെ അങ്ങോട്ട് ചെന്ന് കയറുന്നത് ഒരു എന്താ പറയുന്നത് പക്ഷികളുടെ ഒരു ലോകത്തേക്കാണ്. പക്ഷികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊക്കിൻ്റെ ഇനങ്ങളിൽപ്പെടുന്ന ഇങ്ങനെ പല രാജ്യത്തു നിന്നുമൊക്കെ വരുന്ന പല രാജ്യത്തെയൊക്കെ പക്ഷികളായിരിക്കും. അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഈ ജലപക്ഷികൾ എന്നൊക്കെ പറയത്തില്ല, ഇങ്ങനെ താറാവിൻ്റെയും കൊക്കിൻ്റെയൊക്കെ ഇനത്തിൽപ്പെടുന്ന കുറേ ടൈപ്പ്, ഇങ്ങനെ നീന്താനും ഒക്കെ കഴിയുന്ന ചുണ്ട് നീളത്തിലുള്ള നമ്മുടെ ആ ടൈപ്പ് പക്ഷികൾ. പക്ഷെ ഈ ഒരു ഏരിയ കാണാൻ ഭയങ്കര ഭംഗി. ക്യാമറ കാണുന്ന പോലെയല്ല, കുറച്ച് നേരെ കാണാൻ ഭയങ്കര ഭംഗി. നമുക്ക് കുറച്ച് നേരം അവിടെ നിൽക്കാൻ തോന്നും. ഇങ്ങനെ ഇതുങ്ങളെയൊക്കെ കണ്ട് അവരിങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ നീന്തും, കുറേ എണ്ണം നമ്മുടെ മുകളിൽ കൂടെ തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറന്നു പോകും. ഇതൊരു ഫുൾ വലിയൊരു ഏരിയ. ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് തീരെ നൈസായിട്ട് ഇങ്ങനെ നെറ്റ് അടിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കങ്ങനൊരു എന്താ പറയുന്നത് ഇങ്ങനെ നെറ്റ് അടിച്ചിട്ടിരിക്കുകയെന്ന് തോന്നത്തില്ല. അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ അത്രയും ഒരു സ്പേസ് ആക്കി എടുത്തിരിക്കുകയാണ്. അവരെങ്ങനെയാണോ ജീവിക്കുന്നത് ആ ഒരു രീതിയിൽ ആക്കിയെടുത്തിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു ഈ ഒരു ഭാഗങ്ങൾ, ഈ ഇത്രയും ഭാഗം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് മുതലയുടെ തന്നെ വേറൊരു ടൈപ്പ്. മുതലയ്ക്ക് ഇങ്ങനെ ചുണ്ട് വീതിയുള്ളതല്ലേ, ഇത് അതിന് പകരം ചുണ്ട് ഇങ്ങനെ നീണ്ടത്. ഇതിനെയാണോ മലയാളത്തിൽ ചീങ്കണ്ണി എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ആ ഒരു ടൈപ്പ് കുറേ എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസ്, അതിങ്ങനെ വെള്ളത്തിൽ കിടക്കായിരുന്നു. അതിനെ ഇങ്ങനെ നെറ്റിട്ടിട്ടുണ്ട്. എന്താ പറയുന്നത് ശബ്ദം വെക്കുന്നുണ്ടായിരുന്നു കുറേ. പിന്നെ അത് കഴിഞ്ഞ് കണ്ടോ സൈൻ ബോർഡ് കണ്ടോ, എക്സിറ്റിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ളത്. ഇതുപോലെ ഒരു ചങ്ങല കൊണ്ടാണ് ഇതിങ്ങനെ അടച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ആ പക്ഷികളുടെ ഇതിനകത്ത് കയറുന്നതും ഇതുപോലെ ചങ്ങലയുടെ ഒരു ഇങ്ങനെ ഇതാണ് വെയിറ്റുള്ള സംഭവം വെച്ചാണ്. ഇത് കറുത്ത സ്വാൻ, നല്ല രസമായിരുന്നു. കുറേ എണ്ണം ഉണ്ടായിരുന്നു. അതിൻ്റെ എന്താ പറയുന്ന കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞിട്ട് ആമകളുടെ ഒരു സെക്ഷൻ ഇങ്ങനെ നിരന്നിരിക്കുകയായിരുന്നു ആമകൾ. പിന്നെ ഇത് അതിൽ ഉൾപ്പെടുത്താത്താണ് ഒരു തേനീച്ചക്കൂടുണ്ടായിരുന്നു അവിടെ, അത് ഞാനെടുത്താണ്. പിന്നെ നക്ഷത്രാമകൾ അതും ഉണ്ടായിരുന്നു കുറച്ച്. പിന്നെന്താണ് അങ്ങനെ കുറേ എണ്ണം. എന്ത് മൈസൂര് മൈസൂർ ബാംഗ്ലൂരിനെക്കാട്ടിലും കാണാൻ ആക്ച്വലി ഉണ്ട്. എന്തോ പാലസ് തന്നെ പോരെ എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാനുള്ളത്. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റിലേക്ക് എത്തുമ്പം ഓസ്ട്രിച്ചുകൾ, ഒട്ടകപ്പക്ഷികൾ അങ്ങനെയൊക്കെയാണ്. ഫൈനലി നമ്മൾ എക്സിറ്റിലേക്ക് കടന്നിരിക്കുന്നു. അയ്യോ ഭയങ്കരമായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനത്തെ ആളെ കാണാൻ പോവാണ്. അത് ജിറാഫാണ്. എക്സിറ്റിൻ്റെ അവിടെ ജിറാഫുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും നമ്മൾ ഈ ജിറാഫുകളുടെ തലയൊക്കെ കാണും. അപ്പം ആദ്യം കണ്ടപ്പം അതിങ്ങനെ അനങ്ങാതെ നിൽക്കുമായിരുന്നു, ഒരു 2-3 എണ്ണം നമ്മൾ കയറി വന്നപ്പോഴത്തേനും. അപ്പം വിചാരിച്ച് പ്രതിമ വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ അല്ലായിരുന്നു, ഒറിജിനലാണ്. അത് കുറച്ചുണ്ട്, ജിറാഫുകൾ ഇവിടെ കുറച്ചുണ്ട്, ഒരു 5-6 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതുങ്ങളെയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. എക്സിറ്റിൻ്റെ അവിടെ ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സൂ അടയ്ക്കാനുള്ള സമയമായി. ആക്ച്വലി 5 മണിയൊക്കെ കഴിഞ്ഞ് 5:30 ആകുമ്പം വൈകുന്നേരം സൂ ക്ലോസ് ചെയ്യും. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാനുള്ള സമയമില്ല. കുറേ നേരം, ഒരു 3 മണിക്കൂറോളം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സംഭവമുണ്ട്. 3 മണിക്കൂറിൽ കൂടുതലുണ്ട് ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ഞങ്ങൾ ഓട്ടോ പിടിച്ച് നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി. കാരണം വൈകുന്നേരം ട്രെയിനിൽ ഒന്നാമത് വന്ദേ ഭാരത് ഒന്നും അല്ലാത്തതുകൊണ്ട് പിടിച്ചിട്ട് പോയി എത്തുമ്പോഴത്തേനും കുറേ രാത്രിയാവും. വന്ദേ ഭാരത് ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് വരും, 2 മണിക്കൂറിൽ ഇങ്ങ് എത്തും. തിരിച്ചു പോകുന്ന ട്രെയിനുകളെല്ലാം പിടിച്ചിടും, അങ്ങനൊരു കുഴപ്പമുണ്ട്. അങ്ങനെ ഞങ്ങൾ A to Bയിലെത്തി. അവിടെ നിന്ന് മൈസൂർ മസാല ദോശ കഴിച്ചു. മൈസൂർ വന്നിട്ട് മൈസൂർ മസാല ദോശ കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണ്? ഞങ്ങൾ മൈസൂർ പാക്ക് ഞങ്ങൾക്ക് 2 പേർക്കും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം അല്ല, അതുകൊണ്ട് ഞങ്ങളങ്ങനെ വാങ്ങിക്കാറില്ല. മൈസൂർ മസാല ദോശ വാങ്ങിച്ച് കഴിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു റെഡ് ചട്നി പുരട്ടിയാണ് അവർ തരുന്നത്. നല്ല മസാല ദോശയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു റെഡ് ചട്നി, ഇച്ചിരി ആ ചട്നിക്ക് ചെറുതായിട്ടൊരു സ്പൈസ് ഉണ്ട്. ആ റെഡ് ചട്നി അതിനകത്ത് ഇങ്ങനെ പുരട്ടും, എന്നിട്ട് മസാല വെക്കും. അതാണ് ഈ മൈസൂർ മസാല ദോശയുടെ ഒരു പ്രത്യേകത. അപ്പം അതെല്ലാം കഴിച്ച് കോഫിയൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ആക്ച്വലി ഈ സൂ വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇത്രയും വലിയ ഏക്കറിൽ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ക്ലീനായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സൂ നല്ലതായിരുന്നു. ഒരു വിസിറ്റ് ചെയ്യാൻ 100 രൂപയുള്ള ഒരാൾക്ക് ആക്ച്വലി നല്ല ഒരു ഇതാണ് മൈസൂർ സൂ. ഞങ്ങൾ ഇത്ര നല്ലതായിരിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം എന്താണെന്നറിയോ, സാധാരണ സൂ എന്ന് പറയുമ്പോഴത്തേനും എപ്പോഴും മൃഗങ്ങളെ ഇങ്ങനെ കേജിനകത്തൊക്കെ ഇട്ട്, കടുവയാണെങ്കിലും പുലി എല്ലാത്തിനും ഇങ്ങനെ കേജിനകത്ത് ഇട്ടുള്ള ഒരു ഓർമ്മയാണ് നേരത്തെ കണ്ടിരിക്കുന്ന, അങ്ങനൊരു ഓർമ്മയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇങ്ങനാണെന്നുള്ളത് ഞങ്ങൾ ആക്ച്വലി ഈ കുറച്ചും നാൾ മുമ്പാണ് അറിയുന്നത്. അപ്പോൾ തൊട്ട് ഇത് ഇങ്ങനെ മൈസൂർ പോകുമ്പോൾ ഇങ്ങനെ കാണുമെന്ന് വിചാരിച്ചു. അവസാനം ഇപ്രാവശ്യം പോയപ്പോൾ അതങ്ങ് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കണ്ടെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇത്രയും നടക്കാനുണ്ടാകുമെന്നൊന്നും ഒട്ടും അങ്ങോട്ട് ചിന്തിച്ചില്ല. അതുകൊണ്ട് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി. കാരണം കുറേ നടക്കുകയൊക്കെ ചെയ്തു. വൈകുന്നേരം തിരിച്ച് ഉള്ള ട്രെയിനിൽ നമ്മൾ തിരിച്ചു വരുവാണ്. ആക്ച്വലി ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-8:30 ആയപ്പോഴത്തേനും എത്തേണ്ടതാണ്. കാരണം ഈ ട്രെയിൻ പിടിച്ചിട്ട് 10 മണിയായി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേനും. ഈ നയന്തഹള്ളി എന്നാന്ന് തോന്നുന്നു ഈ ഒരു സ്ഥലം. ഈ സ്ഥലത്ത് എത്ര നേരം പിടിച്ചിട്ടെന്നറിയാമോ? കുറേ നേരം. ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്ററേ ഉള്ളൂ ബാംഗ്ലൂരിലേക്ക്. ഈ സ്ഥലത്ത് അവർ പിടിച്ചിട്ട് ഒരു പരുവായി 10 മണിയായി എത്തിയപ്പോഴത്തേനും. അങ്ങോട്ട് എന്ത് എളുപ്പമായിരുന്നു, ഭയങ്കര സുഖമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അവസാനം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മളെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു 1 ഡേ ഒരു സംഭവമായിരുന്നു ഈ 2 വീഡിയോ ആയിട്ടും കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു സോ മച്ച്.